Hi friends, welcome to Intensive Triple E Coaching. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നോർമലി നമുക്ക് കേരള PSCയുടെ ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഈ മെയ് മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. അതിനകത്ത് വരുന്ന മേജറായിട്ടുള്ള എക്സാംസാണ് ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ. അത് SC ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ SC കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നടത്തേണ്ടിയിരുന്ന വേറൊരു എക്സാമായിരുന്നു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ തന്നെയുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് നടത്തേണ്ട എക്സാം ഉണ്ടായിരുന്നു. അതേപോലെ ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റുകളിലേക്കായിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എക്സാംസ് നടത്തേണ്ടിയിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഈ എക്സാംസ് എല്ലാം തന്നെ പോസ്റ്റ്പോൺ ചെയ്തേക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചും കൂടെ അധികം ടൈം കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സമയം നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസിൻ്റെ എല്ലാം സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന് മാത്രമാണ് കുറച്ച് അഡീഷണൽ ആയിട്ട് പവർ ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കൂടെ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം സിലബസ് ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ദിവസം നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോഴും അവിടെ വരുന്ന ടേംസും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ മെയിൽ നടത്തേണ്ടിയിരുന്ന എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് KSEBയുടെ സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, SSC JE ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഫർദറായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പായി കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് 2016 നടത്തിയിരുന്ന ഒരു എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ. ഈ ഇലക്ട്രീഷ്യനും വയർമാനും ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റും ഒരു പെന്നും നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഈസ് സ്യൂട്ടബിൾ ഫോർ ഇലക്ട്രിക്കൽ ഫയർ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഫയറിനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ A ഹാലോൺ, B വാട്ടർ, C ഫോം, അതേപോലെ തന്നെ ഓപ്ഷൻ D ആയിട്ട് തന്നിരിക്കുന്നത് ലിക്വിഫൈഡ് കെമിക്കൽ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹാലോൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ നോർമൽ കേസിൽ ഇപ്പോൾ ഹാലോൺ എവിടെ യൂസ് ചെയ്യാറില്ല, നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് CO2 എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് CO2 എക്സ്റ്റിങ്ക്യൂഷറാണ്. ഇതിനകത്ത് വാട്ടർ ഒരിക്കലും നമുക്ക് ഇലക്ട്രിക്കൽ ഫയറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക്കൽ ഫയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാലോൺ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഹാലോണിന് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ഇപ്പോൾ ഹാലോൺ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല, പകരം യൂസ് ചെയ്യുന്നത് CO2 എക്സ്റ്റിങ്ക്യൂഷറാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹാലോൺ ആണ്, പക്ഷേ നോർമൽ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് CO2 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റീൽ റൂൾ ഈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റീൽ റൂൾ, അതായത് നമ്മളെ സ്റ്റീലിൻ്റെ സ്കെയിലിനെയാണ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും ചെറിയ ഡിവിഷനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽ റൂളിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm ആണ്. ഓക്കെ, ഇത് മറക്കാണ്ടിരിക്കുക, 0.5 mm. സാധാരണ നമ്മുടെ സ്കെയിലുകളിലൊക്കെ നമുക്ക് വരുന്നത് 1 mm ആണ് ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരാറുള്ളത്.
പക്ഷേ സ്റ്റീൽ റൂളിൻ്റെ കേസിൽ അത് വരുന്നത് 0.5 mm ആണ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ 2 കാര്യങ്ങളിലെയും കൂടെ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിനകത്ത് വരുന്നത് മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഗേജ്, ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. അതുപോലെ തന്നെ നമ്മളോട് വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ് വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 mm ആണ്. അപ്പോൾ ഇത് മറക്കാണ്ടിരിക്കുക. നമ്മുടെ സാധാരണ സ്കെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 1 mm ആണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റീൽ റൂളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് 0.5 mm ആണ് വരുന്നത്. ഇനി അത് വെർനിയർ കാലിപ്പർ ആണെന്നുണ്ടെങ്കിൽ 0.1 mm ആണ്. സ്ക്രൂ ഗേജ് ആണെന്നുണ്ടെങ്കിൽ അത് 0.01 mm ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് റോൾ പ്ലഗ് ടൂൾ ആൻഡ് ബിറ്റ് ഈസ് യൂസ്ഡ് ഫോർ. നമ്മളിതിൻ്റെ ടെക്നിക്കൽ നെയിം കേൾക്കുമ്പോഴാണ് നമുക്കിത് ചെറിയൊരു ഡൗട്ട് വരുന്നത്, റോൾ പ്ലഗ് ടൂളും അതിൻ്റെ ബിറ്റും എന്താണെന്നുള്ളത്. നിങ്ങളെല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ കോൺക്രീറ്റിലൊക്കെ തുളയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മേക്കിംഗ് ഹോൾസ് ഇൻ ബ്രിക്സ് ആൻഡ് കോൺക്രീറ്റ് വാളാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോൾ പ്ലഗ് ടൂള് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ആറ്റം ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ്. ഒരാറ്റത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു ആറ്റത്തിൻ്റെ കേസിൽ പ്രോട്ടോണിൻ്റെയും അതേപോലെ ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി അടുത്തത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ്. നമ്മുടെ ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്നത് കറണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഇനി ദ വാല്യൂ ഓഫ് 1 മെഗാ ഓം ഈസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മെഗാ ഓം എന്ന് പറയുമ്പോൾ 10ൻ്റെ എത്ര പവറായിട്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 10⁻³ ആണെന്നുണ്ടെങ്കിൽ അത് കിലോ ഓം ആണ്. 10⁻⁶ ആണെന്നുണ്ടെങ്കിൽ അത് മെഗാ ഓം ആണ്. 10⁻⁻6 ആണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ ഓം ആണ്. അതേപോലെ തന്നെ 10⁻³ ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മില്ലി ഓം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മെഗാ ഓം ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഇസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ഓംസ് ലോ. താഴെ തന്നിരിക്കുന്ന ഇക്വേഷനുകളിൽ ഏതാണ് ഓംസ് ലോ പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇക്വേഷൻസ് നോക്കുക, ഇതിനകത്ത് ഏത് ഇക്വേഷനാണ് കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്, വി ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്നുള്ള സാധാരണയായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനുകളിൽ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ, അതായത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇനി 8th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ പവർ. താഴെ തന്നിരിക്കുന്ന മീറ്ററുകളിൽ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട്സ് ആണ്. ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് നമ്മൾ പറയാറുള്ളത് വാട്ട്സിലാണ് പറയാറുള്ളത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പവർ ഫാക്ടർ മീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, വാട്ട് മീറ്റർ ഉണ്ട്, മൾട്ടിമീറ്റർ ഉണ്ട്. അപ്പോൾ പവർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ആണ്. ഓക്കെ, പവർ ഫാക്ടർ മീറ്റർ പവർ ഫാക്ടർ മെഷർ ചെയ്യാനും, അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാനും, വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇതെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൾട്ടിമീറ്റർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പവർ മെഷർ ചെയ്യേണ്ടത് വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇൻ എ പാരലൽ സർക്യൂട്ട് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടിപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഒന്നിലധികം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര ആയിക്കോട്ടെ, എത്രയും റെസിസ്റ്റൻസുകൾ നിങ്ങൾ പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ കോമ്പിനേഷനിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും.
എക്സാമ്പിളായിട്ട് നിങ്ങൾ 1 ഓം 2 ഓം 3 ഓം 4 ഓം ഇങ്ങനെ 4 ഓമിൻ്റെ റെസിസ്റ്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ആ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ അത് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ്, അത് ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് 1 ഓമാണ്. അപ്പോൾ ആ 1 ഓമിനേക്കാൾ കുറവായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലെസ് ദാൻ ദ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആ കോമ്പിനേഷനിലെ ഏറ്റവും സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഏതാണോ അതിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും ആ ടോട്ടൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനായി ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ വയർ വിത്ത് എ ഗീവൺ ലെങ്ത് ഇസ് ഡബിൾഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ. ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ വയർ വിത്ത് ഗീവൺ ലെങ്ത് ഈസ് ഡബിൾഡ്. നമുക്ക് അറിയാം ഒരു വയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെയോ ഒക്കെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്തിനെയും അതേപോലെ ഏരിയയെയും റെസിസ്റ്റിവിറ്റിയെയുമാണ്. അപ്പോൾ നമ്മുടെ ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും, ലെങ്ത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഇപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏരിയ കൂടിയിരിക്കുന്നതാണ്. അതായത് ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിത്ത് എ ഗീവൺ ലെങ്ത് ഈസ് ഡബിൾഡ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന വയറിൻ്റെ ലെങ്ത്ത് മാറ്റം വരുത്തിയിട്ടില്ല, പകരം ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഡബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഏരിയ ഡബിൾ ആകുമ്പോൾ എന്തുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് പകുതിയായിട്ട് കുറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി, ഹാഫ്ഡ് എന്നാണ്. ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഇസ് പ്രപ്പോർഷണൽ ടു. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് I² R എന്നാണ്. അതായത് I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനുമാണ് പ്രപ്പോർഷണൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു, എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ പവർ, സ്ക്വയർ ഓഫ് ദ ടൈം, സ്ക്വയർ ഓഫ് ദ കറണ്ട്, സ്ക്വയർ ഓഫ് ദ റെസിസ്റ്റൻസ്. അത് പ്രപ്പോർഷണൽ ആവുന്നത് I² R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് എന്തിനാണ്, സ്ക്വയർ ഓഫ് ദ കറണ്ടിനാണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയണം. ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സാധാരണ മെറ്റൽസിന്, അതായത് ലോഹങ്ങൾക്കൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. സാധാരണ സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾക്കാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിന് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന് കുറവ് സംഭവിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്ന സാധനങ്ങളാണ് സിലിക്കൺ, ജെർമേനിയം, കാർബൺ, ഇതൊക്കെ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, മെറ്റലാണ്. മെറ്റലിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ്. അലുമിനിയം മെറ്റലാണ്, ഗോൾഡും മെറ്റലാണ്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് കാർബണിനാണ്. ഓക്കെ, കാർബണിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. A substance that has low retentivity cannot be used for the manufacture of. ഓക്കെ, ഇപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ വന്നിട്ടുണ്ട്. റിറ്റൻറ്റിവിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെ നിങ്ങൾ മാഗ്നറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൽ നിലനിൽക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു അയൺ കൊണ്ടുവന്നു, ഒരു ഇരുമ്പ് കൊണ്ടുവന്നു. ആ മാഗ്നറ്റ് ഉള്ളിടത്തോളം കാലം എന്തുണ്ടായിരിക്കും, ആ അയണും മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യും. പക്ഷെ ആ മാഗ്നറ്റ് അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയണിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമായി പോകും. അങ്ങനെ നഷ്ടമായി പോവാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹൈലി റിറ്റൻറ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരിക്കൽ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവരുത്. അപ്പോൾ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവാതിരിക്കുന്നതിനെയാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് ലോ റിറ്റൻറ്റിവിറ്റി, കുറഞ്ഞ റിറ്റൻറ്റിവിറ്റി ഉള്ള ഒരു സാധനം താഴെ പറയുന്നതിൽ എന്ത് മാനുഫാക്ചർ ചെയ്യാനാണ് നമുക്ക് പറ്റാത്തതെന്നാണ്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റ്, പെർമനൻറ്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷുവറായിട്ടും പറയാം പെർമനൻറ്റ് മാഗ്നറ്റ്. പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എപ്പോഴും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കണം. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ
മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്, ലോ റിട്ടൻറ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിക്കരുത്. പകരം ഹൈ റിട്ടൻറ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ വേണം നമ്മളതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത്, ദ ഇനീഷ്യൽ ഫങ്ഷൻ ഓഫ് ചോക്ക് ഇൻ എ ട്യൂബ് ലൈറ്റ് സർക്യൂട്ട് ഈസ്. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ സർക്യൂട്ടിൽ എന്തിനാണ് ഒരു ചോക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ചോക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ അയണൈസേഷൻ അല്ലെങ്കിൽ അയൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഹൈ വോൾട്ടേജ് അതിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ചോക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു ഇൻഡ്യൂസ് ഹൈ വോൾട്ടേജ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഏതാണ്, ഹെൻറിയാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. KWH എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. മോ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഹെൻറിയാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. ഇനി ദ ഫോർമുല ടു കാൽക്കുലേറ്റ് പവർ ഇൻ RL സർക്യൂട്ട് ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫോർമുലയാണ് RL സർക്യൂട്ടിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ V/1 എന്നാണ് തന്നിരിക്കുന്നത്. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് I എന്നായിരിക്കും, അത് VI. അതേപോലെ B എന്നുള്ളതിൽ 1² Z തന്നെയാണ് വീണ്ടും തന്നിരിക്കുന്നത്. I² Z എന്നായിരിക്കും അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് VI cos θ, VI sin θ. അപ്പോൾ നമുക്ക് ഏതൊരു സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിലും ഏതൊരു AC സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിലും പവർ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് VI cos θ ആണ്. എസ്പെഷ്യലി RL സർക്യൂട്ട്, RC സർക്യൂട്ട്, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് VI cos θ ആണ്. അതായത് അവിടെ പവർ ഫാക്ടർ എന്നുള്ളൊരു ടേമും കൂടെ വരും. അത് കാരണമാണ് VI cos θ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വെറും റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് VI മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി VI sin θ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യാറുള്ളത്. If the frequency changes from 50 Hz to 100 Hz, keeping the voltage constant, the inductive reactance of the coil connected to the supply. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πfL ആണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL = 2πfL. ഇതിനകത്ത് F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ നേരാനുപാതത്തിലാണ് നിൽക്കുന്നത്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും, ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറയും. വോൾട്ടേജിന് ഇൻഡക്റ്റീവ് റിയാക്ടൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 ഹെഡ്സ് ഫ്രീക്വൻസി ഉണ്ടായിരുന്നത് 100 ഹെഡ്സ് ആക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും, ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാവും, അതായത് ബിക്കംസ് ഡബിൾ. 17ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിക്കംസ് ഡബിൾ. ഇൻ എ കപ്പാസിറ്റീവ് AC സർക്യൂട്ട്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു കപ്പാസിറ്റീവ് AC സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ഇനി ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ ലാഗ് ചെയ്യും, അതായത് വോൾട്ടേജിൻ്റെ പിന്നിലായിരിക്കും കറണ്ട് ഉണ്ടാവുക. ഇനി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വോൾട്ടേജിനെ ലീഡിങ് ആയിരിക്കും കറണ്ട് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം. ഓപ്ഷൻ എ, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. അടുത്തത്, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ഫേസ്, കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയത് കാരണം എപ്പോഴും കറണ്ട് വോൾട്ടേജിനെ എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അപ്പോൾ എ ആണ് നമുക്ക് ആൻസർ ആയിട്ടുള്ളത്, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ഫേസ് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ്. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് എന്ന് പറയുന്നതും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത്, ദ പവർ ഫാക്ടർ ഓഫ് ആൻ AC സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിൻ്റെ
കൊസൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കൊസൈൻ ഓഫ് ദ ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, കൊസൈൻ ഓഫ് ദ ഫേസ് ആംഗിൾ. ഇനി അടുത്തത്, ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ഇൻ. അതായത് നമ്മളൊരു സെല്ല് അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്തിലാണ് പറയാറുള്ളതെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ബാറ്ററി ബാക്കപ്പ് പറയുന്നത് എന്തിനാണ്, MAH എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ വലിയ ബാറ്ററികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് AHലാണ് പറയുക. AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ അവർ. ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ആംബിയർ അവറിലാണ്. അപ്പോൾ 20യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആംബിയർ അവറാണ്. ഇൻ എ 3-phase star connected balanced load, the current in the neutral wire is. അപ്പോൾ നമുക്ക് 3 phase നോർമലായിട്ട് സ്റ്റാർ കണക്ഷനും ഉണ്ട്, ഡെൽറ്റ കണക്ഷനും ഉണ്ട്. അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ന്യൂട്രലിലെ കറണ്ട് ബാലൻസ്ഡ് ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുകയാണെങ്കിൽ RYB, ഈ 3 ഫേസുകളിലും കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകൾ ഈക്വൽ ആവണം. അതായത് 3 എണ്ണത്തിലുള്ള കറണ്ട് ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ലോഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷനിൽ ന്യൂട്രൽ വയറിലെ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 3-phase ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട്, നമുക്ക് തന്നിരിക്കുന്നത് ഒരു 3-phase ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ടിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The line voltage is equal to phase voltage. The line voltage is equal to √3 phase voltage. The line voltage is equal to phase voltage by √3. The line voltage is equal to 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സ്റ്റാർ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ഫേസ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ്, ഈക്വൽ ആണ് വരുന്നത്. The meter installed at your house to measure the electrical energy is an example of. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മുടെ വീടുകളിൽ KSEB സ്ഥാപിച്ചിരിക്കുന്ന എനർജി മീറ്റർ ഉണ്ട്. ആ എനർജി മീറ്റർ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടൈപ്പ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള റീഡിങ് കാണിക്കും. സർക്യൂട്ടിൽ നിന്ന് അതിനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 0ലേക്ക് വരും. തൊട്ട് മുമ്പത്തെ റീഡിങ്ങുമായിട്ട് നമുക്ക് യാതൊരുവിധ, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ റീഡിങ്ങിൻ്റെ യാതൊരുവിധ ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ. അപ്പം അങ്ങനത്തെ മീറ്റേഴ്സിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് മീറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയുന്നത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത അളവുകളെ റെക്കോർഡിക്കലായിട്ട് അവിടെ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ECG, ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ ECG എടുക്കുന്നത് കണ്ടിട്ടില്ലേ? ECG എടുക്കുമ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ ഇന്ന് ഈ ടൈമിൽ ECG എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഹാർട്ട് ബീറ്റ് ഗ്രാഫിക്കലി അവിടെ എന്ത് ചെയ്യും, മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു പേപ്പർ, ഒരു ഗ്രാഫ് പേപ്പർ പോലെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന വാല്യൂസൊക്കെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ECG. അതേപോലെ സിസ്മോഗ്രാഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ, എർത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലേ റിക്ടർ സ്കെയിലിൽ ഇത്ര മാർക്ക് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡിക്കലായിട്ട് വെക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഇൻഡിക്കേറ്റിംഗ് ആസ് വെൽ ആസ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷനും റെക്കോർഡിങ്ങും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ക്വാണ്ടിറ്റീസിനെ അതിനകത്ത് മെഷർ ചെയ്തിട്ടാണ് നമുക്ക് ഒരു റീഡിങ് തരുന്നത്. അപ്പോൾ നമ്മുടെ എനർജി മീറ്ററിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പവറും അതേപോലെ ടൈമും, ഈ 2 കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്.
പവർ ഇൻറ്റു ടൈം ചെയ്തിട്ടാണ് നമുക്കവിടെ എനർജിയുടെ റീഡിങ് തരുന്നത്. അപ്പോൾ എനർജി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24, ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു മെഷർ. അതായത് നമുക്ക് ഈ ഇൻസ്ട്രുമെൻസിൻ്റെ ടൈപ്പുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതായത് അതിനകത്ത് വരുന്നതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഉണ്ട്, അതേപോലെ മൂവിങ് അയൺ ടൈപ്പ് ഉണ്ട്, മൂവിങ് കോയിൽ ടൈപ്പ് ഉണ്ട്, ഹോട്ട് വയർ ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരുപാട് ടൈപ്പ് മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്തൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AC-യും DC-യും അത് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി DC മാത്രമാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൂവിങ് കോയിൽ ടൈപ്പ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25, ദ യൂണിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ. ഓക്കെ, നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ പറയാറില്ലേ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ് എന്നൊക്കെ. അപ്പോൾ ഒരു യൂണിറ്റ് അതാണ് നമ്മൾ ആ കൊമേഴ്ഷ്യൽ ഇലക്ട്രിക്കൽ എനർജീനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 kWh ആണ്. അപ്പോൾ നമ്മൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് kWh, കിലോ വാട്ട് അവർ എന്നാണ്. ഓക്കെ, kW എന്ന് പറയുന്നത് കിലോ വാട്ട്സ് ആണ്, അത് പവറിൻ്റെ യൂണിറ്റ് ആണ്. kVA എന്ന് പറയുന്നത് കിലോ വോൾട്ട് ആംപിയർ, അത് നമ്മൾ പവറിൻ്റെ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണ്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് kWh ആണ്. kVA സാധാരണയായിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെയും അതേപോലെ ജനറേറ്ററിൻ്റെയൊക്കെ പവർ സൂചിപ്പിക്കുന്നത് kVA-യിലാണ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26, when the disk of an energy meter is rotating even without connecting any load, the error is called. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോഡൊന്നും ഉപയോഗിക്കാത്ത സമയത്ത്, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മീറ്ററിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്, അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പവറൊന്നും യൂസ് ചെയ്യാത്ത സമയത്തും ആ അലുമിനിയം ഡിസ്ക് വെറുതെ കടന്ന് കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എററാണ്. ആ എററിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എററിന് നമ്മൾ പറയുന്ന പേര് ക്രീപ്പിംഗ് എറർ എന്നാണ്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴയുക എന്നുള്ള അർത്ഥത്തിൽ, അതായത് വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് ആ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും, നമ്മൾ യൂസ് ചെയ്യാത്ത പവറിൻ്റെ കൺസംഷൻ അതിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ക്രീപ്പിംഗ് എറർ എന്നാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക, ഈ ക്രീപ്പിംഗ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രീപ്പിംഗ് എററിന് നമുക്ക് മീറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത്, ഈ അലുമിനിയം ഡിസ്കിൽ ഓപ്പോസിറ്റ് ഫേസസിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കും. അപ്പോൾ അലുമിനിയം ഡിസ്കിൽ ഹോൾസ്, അതായത് പാരലൽ ഫേസുകളിൽ നമ്മൾ 2 ഹോളുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രീപ്പിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ക്രീപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അലുമിനിയം ഡിസ്കുകളിൽ ഹോള് ഇട്ട് കൊടുക്കലാണ്. An electrical circuit that has infinity resistance shown in megar is called a dashed circuit. Okay, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു മെഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെഗറിലെ ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ഇൻഫിനിറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ റെസിസ്റ്റൻസ് 0 റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കാണിക്കേണ്ടത്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ സംവാട്ട് ഒരു കുറഞ്ഞ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതെപ്പോഴും മൈൻഡിൽ വെക്കുക, ഒരു ഓപ്പൺ സർക്യൂട്ടിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28, for pipe earthing the minimum internal diameter of galvanized iron or steel pipe required is. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് എർത്തിങ്, നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ചെയ്യാറുള്ളതാണ് പൈപ്പ് എർത്തിങ്. അങ്ങനെ പൈപ്പ് എർത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പൈപ്പിൻ്റെ ഒന്നില്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ യൂസ് ചെയ്യുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻറ്റേർണൽ ഡയമീറ്റർ. അപ്പോൾ അതിന് ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 38 mm ആണ്. ഓക്കെ, 38 mm. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം കൂടെ പഠിക്കുക, നമ്മൾ സാധാരണ പ്ലേറ്റ് എർത്തിങ്ങും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പിന് പകരം കോപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ GI പ്ലേറ്റോ ആണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ
നമ്മൾ കോപ്പറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വരുന്നത് 60 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 60 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അതേപോലെ 3.18 mm തിക്നെസ്. 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.18 mm. അതാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് കോപ്പർ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഇനി കോപ്പറിന് പകരം നിങ്ങൾ യൂസ് ചെയ്യുന്നത് GI പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 6.35 mm. ഓക്കെ, ഞാനൊന്നും കൂടെ പറയാം. കോപ്പർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.18 mm. ഇനി കോപ്പറിന് പകരം നമ്മൾ GI പ്ലേറ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 6.35 mm. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. The heat proof insulating material used for heater base is. നമ്മൾ സാധാരണ ഹീറ്റർ, വാട്ടർ ഹീറ്ററുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ബേസ് മെറ്റീരിയലായിട്ട് ഹീറ്റ് പ്രൂഫായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അതിന് യൂസ് ചെയ്യുന്നത് പോർസലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പോർസലൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ തെർമോസ്റ്റാറ്റ് ഇൻ ആൻ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ വീൽ. നമ്മൾ ഇലക്ട്രിക് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ അയൺ ബോക്സ്, ഇലക്ട്രിക്കൽ അയൺ ബോക്സ്, അതിനകത്ത് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ആ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഒരു സൗണ്ടായിട്ട് ചില സമയത്ത് ലൈറ്റ് ഓണിലേക്ക് വരും, അതേപോലെ ഓഫിലേക്കും പോകാറുണ്ട് ഒരു ടെമ്പറേച്ചർ, പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് അയണിൻ്റെ ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണോ നോബ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പെർമിസിബിൾ ആയിട്ടുള്ള ഹീറ്റ് മാത്രമാണ് നമുക്കവിടെ കിട്ടുക. അതിൻ്റെ മുകളിലേക്ക് ഹീറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ഓഫ് ആവും. ഹീറ്റ് ഒരു ലെവലിനേക്കാൾ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഓണിലേക്ക് പോകും. അപ്പോൾ അവിടെ റെഗുലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെഗുലേറ്റ് ദ ഹീറ്റ് ബൈ സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് DC മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ എ ഫുഡ് മിക്സർ. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി അല്ലെങ്കിൽ ഫുഡ് മിക്സറിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടോർ ഏത് ടൈപ്പ് മോട്ടറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് മിക്സറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ യൂണിവേഴ്സൽ മോട്ടറാണ്. ഓക്കെ, യൂണിവേഴ്സൽ മോട്ടർ. യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയാൻ കാരണം അത് AC-യിലും DC-യിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മിക്സി എടുത്തിട്ട് നോക്കി നോക്കുക അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് AC-യിലും DC-യിലും ഇല്ലേ എന്നുള്ളത്. ഇനി അടുത്തത് ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ ടെർമിനൽ ഓഫ് 230 വോൾട്ട് സിംഗിൾ ഫേസ് 1200 mm sweep ceiling fan is 120 വോൾട്ട് then the fan. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 230 വോൾട്ട് ടെർമിനലിൽ കൊടുക്കേണ്ട ഒരു സീലിംഗ് ഫാനിന് നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നതിന് പകരം 120 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ വിൽ നോട്ട് റൺ, വിൽ റൺ അറ്റ് നോർമൽ സ്പീഡ്, വിൽ ബി ഹീറ്റഡ്, വിൽ റൺ സ്ലോലി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫാനിൻ്റെ റെഗുലേറ്റർ വർക്ക് ചെയ്യിക്കാറുണ്ട്. ആ ഫാനിൻ്റെ റെഗുലേറ്റർ 5-ൽ വെക്കുമ്പോൾ മാക്സിമം സ്പീഡ് കിട്ടും. അത് 4-ൽ വെക്കുമ്പോൾ സ്പീഡ് കുറച്ചും കൂടെ കുറയും. 3-ൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറയും. 2-ൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡ് കുറഞ്ഞു കൂടും. 1-ൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, വീണ്ടും അതിൻ്റെ സ്പീഡ് കുറയും. അവിടെ സംഭവിക്കുന്ന എന്താണ്, വോൾട്ടേജിന് ഡ്രോപ്പ് സംഭവിക്കുന്നതാണ്. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ ഫാന് കുറഞ്ഞ ഒരു സ്പീഡിൽ റൺ ചെയ്യും. ഓക്കെ, ദ സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം ഒരു സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്. ഒരു സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആ ഫാനിന് ബ്ലേഡ് ഉണ്ടായിരിക്കും. ആ ബ്ലേഡിൻ്റെ ടിപ്പുകൾ, അതായത് ആ ഫാനിൻ്റെ സെൻറ്റർ മുതൽ ആ ബ്ലേഡിൻ്റെ ടിപ്പ് വരെ ഇങ്ങനെ റൗണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയമീറ്ററിൽ നമുക്കൊരു സർക്കിൾ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, അതിൻ്റെ സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഓപ്ഷൻ ബി ആണ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഫോംഡ് ബൈ ദ ബ്ലേഡ് ടിപ്സ് ഓഫ് ദ ഫാൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദി യൂണിറ്റ് ഓഫ് ലുമിനസ് ഇൻറ്റൻസിറ്റി. ഈ താഴെ തന്നിരിക്കുന്നതിൽ ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡ്ല. ഓക്കെ, കാൻഡ്ലയാണ് ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ബാക്കി തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റെറിഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണ്. പറയാത്തവർ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണ്. അടുത്തതായിട്ട് ലെക്സ്. ലെക്സ് എന്ന് പറയുന്നത് ഇലുമിനൻസിൻ്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് ഇലുമിനൻസ് ആണ് ലെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലുമൻ. ലുമൻ എന്ന് പറയുന്നത് ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ലുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ലുമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബൾബൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര ലുമൻ്റെ ആണെന്ന്. ഇപ്പോൾ നിങ്ങൾ 9 വാട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ബൾബ് മേടിച്ചു, അതേപോലെ 9 വാട്ട്സിൻ്റെ വേറൊരു ബ്രാൻഡിൻ്റെ ബൾബ് മേടിച്ചു. അപ്പോൾ ചിലതിന് എന്തുണ്ടായിരിക്കും, ഒരേ വാട്ട്സിന് കൂടുതൽ ലൈറ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ബൾബിൻ്റെയൊക്കെ ബോക്സിൻ്റെ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതൽ ലൈറ്റ് തരുന്ന ആ ബൾബിന് കൂടുതൽ ലുമൻസ് ഉണ്ടായിരിക്കും. സെയിം വാട്ടിന് തന്നെ കൂടുതൽ ലുമൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് കൂടുതൽ ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. അപ്പോൾ ലുമൻ എന്ന് പറയുന്നത് എന്താണ്, ലുമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണ്. ലെക്സ് എന്ന് പറയുന്നത് ഇലുമിനൻസിൻ്റെ യൂണിറ്റ് ആണ്. അതേപോലെ ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡ്ലയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് that causes the breakdown of insulation is called. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസുലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്ററിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടൺ വോൾട്ടേജിൽ എന്തുണ്ടായിരിക്കും, ആ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവും. അതല്ലെങ്കിൽ ഇൻസുലേഷൻ കേടായിട്ട് അതിൽ കൂടെ കണ്ടക്ഷൻ നടന്നു തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന ആ വോൾട്ടേജിന് അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയണത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസുലേറ്റർ ഡാമേജ് ആവും. അതിൽ കൂടെ നമുക്ക് എന്തുണ്ടായിരിക്കും, കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ എ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ അത് സേഫായിട്ട് ആ ഇൻസുലേറ്ററിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻസുലേഷൻ യൂസ് ചെയ്യുമ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ആ ചോദ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദ പോസിബിൾ മിനിമം റീഡിംഗ് വിച്ച് ക്യാൻ ബി ടേക്കൺ ബൈ 0.25 mm ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഈസ്. അതായത് നമ്മൾ മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഗേജ്, നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെക്കാൻ, അത് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 0.01 mm ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടാനിയ ജോയിൻ്റ് ഈസ് യൂസ്ഡ് ഇൻ. നമ്മൾ ഒരുപാട് ജോയിൻറ്റുകളുണ്ട് നമുക്ക് വയറിങ്ങിൽ. അതിനകത്ത് ബ്രിട്ടാനിയ ജോയിൻ്റ് ഉണ്ട്, വെസ്റ്റേൺ യൂണിയൻ ജോയിൻ്റ് ഉണ്ട്, അതേപോലെ സ്ട്രെയിറ്റ് ജോയിൻ്റ് ഉണ്ട്, ടി ജോയിൻ്റ് ഉണ്ട്, അങ്ങനെ ജോയിൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ താഴെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടാനിയ ജോയിൻ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതെന്നാണ്. അപ്പോൾ ഈ ബ്രിട്ടാനിയ ജോയിൻ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഓവർ ഹെഡ് ലൈൻസിലാണ്. അതായത് ഓവർ ഹെഡ് ലൈൻസിന് എവിടെയെങ്കിലും ബ്രേക്ക് സംഭവിക്കുകയോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ബ്രിട്ടാനിയ ജോയിൻ്റ് യൂസ് ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾസിനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ജോയിൻറ്റുകളാണ് ഉള്ളത്. അത് എൻക്ലോഷറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ കോൺഡ്യൂട്ട് വയറിങ്, അതേപോലെ കൺസീൽഡ് വയറിങ്. കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്ന വയറിങ്ങിനെയാണ് കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുന്നത്. കൺസീൽഡ് വയറിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺഡ്യൂട്ട് വയറിങ്ങിനെ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിപ്പൊളിച്ചുള്ളിൽ കൂടെ ചെയ്യുന്നതിനാണ് കൺസീൽഡ് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല, ബ്രിട്ടാനിയ ജോയിൻ്റ് യൂസ് ചെയ്യാറില്ല. ബ്രിട്ടാനിയ ജോയിൻ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഓവർ ഹെഡ് ലൈൻസിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, സോൾഡറിങ് ഈസ് ഡൺ ഓൺ ജോയിൻറ്റ്സ്. നമുക്ക് ഒരു ജോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സോൾഡറിങ് ചെയ്യാറുണ്ട്. അങ്ങനെ സോൾഡറിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സോൾഡറിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സോൾഡറിങ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി
കണ്ടക്ടിവിറ്റി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 കാര്യങ്ങൾ കൂടെ പഠിച്ചു വയ്ക്കുക. നമുക്ക് സോൾഡർ അല്ലെങ്കിൽ സോൾഡറിങ് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ സോൾഡറിങ് ഫ്ലക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിലൊന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ സാധാരണ ടിന്നും ലെഡും യൂസ് ചെയ്തിട്ടാണ് സോൾഡറിങ്ങിനായിട്ടുള്ള വയർ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫൈൻ സോൾഡർ അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള സോൾഡറിങ്ങിൻ്റെ ലെഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് 60% ടിന്നും 40% ലെഡും കൂടിയിട്ടാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. 60% ടിൻ, അതേപോലെ 40% ലെഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻ സോൾഡർ അല്ലെങ്കിൽ സോൾഡറിങ് ലെഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 190 ഡിഗ്രി സെൽഷ്യസ് ആണ്. 190 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇതിൻ്റെ തന്നെ കോമ്പിനേഷൻ നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ, അതായത് 40% ടിന്നും 60% ലെഡും ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയണത് ഫ്യൂസ് വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, 40% ടിന്നും 60% ലെഡും ആണെന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂസ് വയർ എന്ന് പറയും. ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 230 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഈ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39. സ്വിച്ച് ബോർഡ് ഈസ് ഫിക്സഡ് അറ്റ് എ ഹൈറ്റ് ഓഫ്. നമ്മളെ സ്വിച്ച് ബോർഡ് ഏത് ഹൈറ്റിലാണ് ഫിക്സ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു വീടിൻ്റെ ഫ്ലോർ ടു റൂഫ് എന്ന് പറയുന്ന ഹൈറ്റ് 3 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് പകുതി 1.5 മീറ്ററിലാണ് നമ്മൾ സാധാരണ സ്വിച്ച് ബോർഡ് വെക്കാറുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്, ദ ലോഡ് ഓൺ ഈച്ച് പവർ സബ് സർക്യൂട്ട് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിലുള്ള സർക്യൂട്ടുകളുണ്ട്. ഒന്ന് പവർ സബ് സർക്യൂട്ടും ഉണ്ട്, അതേപോലെ ലൈറ്റ് സബ് സർക്യൂട്ടും ഉണ്ട്. പവർ സബ് സർക്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പവർ പ്ലഗുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ, അതിനാണ് നമ്മൾ പവർ സബ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പവർ സബ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മാക്സിമം ആവുന്ന അല്ലെങ്കിൽ മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന പവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് 3000 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 3000 വാട്ട്സ്. അത് 2 രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്, 3000 വാട്ട്സ് ഓർ 2 പോയിൻറ്റ്സ്. നമുക്ക് 3000 വാട്ട്സ് വരെ മാക്സിമം ആവാം, അതല്ലെങ്കിൽ 2 പോയിന്റ്. പക്ഷേ 3000 വാട്ട്സ് എക്സീഡ് ചെയ്യരുത്. അതാണ് ഒരു പവർ സബ് സർക്യൂട്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലായി ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് അഡ്മിസിബിൾ ഇൻ എ സർക്യൂട്ട്. പിന്നെ ഈ സാധാരണ നമ്മൾ പവർ കുറഞ്ഞ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതായത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബുകൾ, ഫാന്, സാധാരണ പ്ലഗ് പോയിന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ലൈറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് പോയിന്റിൻ്റെ എണ്ണം ഒരു സർക്യൂട്ടിൽ നിങ്ങളെ വീട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു MCB ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 6 ആംപിയറിൻ്റെ ഒരു MCB ഉണ്ടെന്നുണ്ടെങ്കിൽ ആ MCBയുടെ അണ്ടറിൽ, അതിനാണ് നമ്മളൊരു ലൈറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ അണ്ടറിൽ നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം പോയിന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 പോയിന്റ്സ് ആണ്. ഓക്കെ, മാക്സിമം 10 പോയിന്റ്സ്. ഇനി ഇൻ ടേംസ് ഓഫ് വാട്ട്സിലാണ് പറയണമെന്നുണ്ടെങ്കിൽ മാക്സിമം അതിനകത്ത് വരാവുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 800 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, പവർ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 3000 വാട്ട്സ് 2 പോയിന്റ്സ്, അതേപോലെ ലൈറ്റ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 10 പോയിന്റ്സ് 800 വാട്ട്സ്. ഇനി അടുത്തത്, എ ഫ്യൂസ് റേറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഒരു ഫ്യൂസിനെ നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യാറ് എന്നുള്ളത്. നമ്മൾ ഫ്യൂസ് എന്തിൽ പറഞ്ഞിട്ടാണ് മേടിക്കാറുള്ളത്, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഫ്യൂസിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ആ ഫ്യൂസിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയുന്നത് കറണ്ടിലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ 6 ആംപിയറിൻ്റെ ഫ്യൂസ്, 16 ആംപിയറിൻ്റെ ഫ്യൂസ്, 32 ആംപിയറിൻ്റെ ഫ്യൂസ്, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫ്യൂസിൻ്റെ റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത് ഏതിലാണ്, കറണ്ടിലാണ്. ഫ്യൂസ് മാത്രമല്ല, MCBയുടെ കേസിലും നമ്മൾ അതിൻ്റെ റേറ്റിംഗ് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ 42ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കറണ്ട്. ഇനി ഫ്യൂസിങ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസ് വിൽ ബി. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ. ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റേഷ്യോ ആണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 6 ആംപിയറിൻ്റെ ഫ്യൂസ് നിങ്ങളെടുത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഫ്യൂസിങ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് കറണ്ടിലാണോ ആ ഫ്യൂസായി പോകുന്നത്, അതായത് മെൽട്ടായി പോകുന്നത്. അപ്പോൾ നമ്മൾ 6 ആംപിയറിൻ്റെ ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ
6 ആംപിയറിൻ്റെ ഫ്യൂസിന് അല്ലെങ്കിൽ 6 ആംപിയറിനേക്കാൾ കൂടുതൽ കറണ്ട് വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഫ്യൂസ് ആവുന്നത് അല്ലേ. നമുക്ക് പറയാം 6 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് നിങ്ങളുടെ അടുത്തുണ്ട്. അത് സേഫ് ലിമിറ്റ് എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. അതിൽ കൂടെ വന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു 6.6 ആംപിയർ ആയി. അപ്പോൾ എന്ത് ചെയ്തു, അത് ഫ്യൂസ് ആയിപ്പോയി. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫ്യൂസിങ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കറണ്ടിലാണോ നമ്മുടെ ഫ്യൂസ് മെൽറ്റ് ആവുന്നത് അതേ ഡിവൈഡഡ് ബൈ ആ ഫ്യൂസിൻ്റെ സേഫ് കറണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 6.66 അത് ഫ്യൂസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 6.66 ഡിവൈഡഡ് ബൈ അതിൻ്റെ സേഫ് ലിമിറ്റ് എന്ന് പറയുന്ന 6 ആംപിയർ. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്യൂസിങ് ഫാക്ടർ. അതിൻ്റെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. ഇൻ ടേംസ് ഓഫ് 1.1, 1.2, 1.3 ആ റേഞ്ചിലേക്ക്. അല്ലാണ്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ 1.1, 1.2 ആ റേഞ്ചിൽ തന്നെയാണ് വരിക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1.1 ആണ്. 1.4 ഒരിക്കലും വരില്ല, അത് √2ൻ്റെ വാല്യൂ ആണ്. അതേപോലെ ബാക്കി തന്നിരിക്കുന്ന വാല്യൂസിലും നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് √3യുടെ വാല്യൂസൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂസിങ് ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും ഒരു 1.1 ആ റേഞ്ചിൽ തന്നെയാണ് വരാറുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പം ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഫ്യൂസിങ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളത് മിനിമം ഫ്യൂസിങ് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ്. ഓക്കെ, മിനിമം ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കറണ്ടിലാണോ അത് ഫ്യൂസിങ് വരുന്നത് അതേ ഡിവൈഡഡ് ബൈ നിങ്ങൾ വെച്ചിരിക്കുന്ന ഫ്യൂസിന് എന്തുണ്ടായിരിക്കും, ഒരു കറണ്ട് റേറ്റിംഗ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ 6 ആംപിയറിൻ്റെ ഫ്യൂസ് ആണെങ്കിൽ അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 6 ആണ്. അത് 6.66 ആംപിയറിലാണ് അത് ഫ്യൂസ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ 6.66 ഡിവൈഡഡ് ബൈ 6 ആംപിയർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഒരു 1.1ൻ്റെ ഉള്ളിലുള്ളതായിരിക്കും.